അങ്ങനെ സൂര്യ ഗായത്രിയോടും മായയോടും മാനസയെയും സുനിലിനെ കുറിച്ച് സംസാരിക്കാട്ടോ. ഭയങ്കര സീരിയസ് ആയിട്ട് ചർച്ചകൾ നടക്കുമ്പോൾ ഭാവന മറ്റേതോ ലോകത്താണ്. അവസാനം സൂര്യ ഭാവന എന്ന് വിളിച്ചോണ്ട് അകത്തേക്ക് പോകും. പക്ഷെ ഭാവനയാട്ടെ ഒന്നും കേൾക്കുന്നില്ല കേട്ടോ. പിന്നീട് ഗായത്രി കുലുക്കി വിളിക്കുകയാണ്, ഭാവന നിന്നെ സൂര്യ വിളിക്കുന്നു എന്ന്. അങ്ങനെ ഭാവന സ്ഥിരബോധം നഷ്ടപ്പെട്ടവരെ പോലെ പുറത്തേക്ക് പോകാൻ നിൽക്കാൻ കേട്ടോ. അവിടേക്കല്ല ഇവിടേക്ക് എന്ന് തട്ടി കാണിക്കുകയാണ്. അപ്പോൾ അവൾ അകത്തേക്ക് പോവുകയാണ്. പിന്നീട് ഗായത്രി മായം ഇരുന്ന് പറയുന്നുണ്ട്, ആ മാനസയുടെ വയറ്റിലുള്ള കുഞ്ഞ് സുനിലിന്റെ കുഞ്ഞായാൽ മതിയായിരുന്നു. ഇല്ലെങ്കിൽ സൂര്യക്കും ഭാവനക്കും ആ പെണ്ണ് എന്നും ഒരു ഭാരമായിരിക്കും. അപ്പോൾ മായ പറയുന്നുണ്ട്, അമ്മ പറയുന്നത് പോലെയൊക്കെ ആയിരിക്കും അമ്മേ. കിട്ടാനുള്ളതെല്ലാം കിട്ടിയിട്ട് അടിച്ചു മാറ്റി അവൾ അവസാനം സുനിലിന്റെ കൂടെ തന്നെ പോകും. അങ്ങനെ ആയാൽ മതിയായിരുന്നു എന്നും ഗായത്രി പറയാൻ കേട്ടോ. പിന്നീട് കാണിക്കുന്നത് പുറത്തേക്കിറങ്ങി ഭാവനയും സൂര്യയുടെ സംസാരമാണ്. ഭാവന പറയുന്നുണ്ട്, നമ്മൾ എത്ര കള്ളം പറഞ്ഞാലും അമ്മമാർക്കത് മനസ്സിലാക്കാൻ പറ്റും സൂര്യ. ഒന്നാമതേ ഭാമയുടെ ജീവിതത്തിൽ സംഭവിച്ചതൊന്നും അമ്മയുടെ മനസ്സിൽ നിന്നും പോയിട്ടില്ല. അന്നും ഇതുപോലെ ഭാമയ്ക്കൊപ്പം നിന്ന് ഞാനാണ് അമ്മയോട് കള്ളം പറഞ്ഞത്. അപ്പോൾ സൂര്യ പറയുന്നുണ്ട്, ഇതിപ്പോൾ അങ്ങനെ പേടിക്കാനായിട്ട് ഒന്നുമില്ലല്ലോ ഭാവന, താൻ ടെൻഷൻ ആവേണ്ട. അപ്പോൾ ഭാവന പറയുന്നുണ്ട്, അതെങ്ങനെ ഉറപ്പിച്ച് പറയാൻ പറ്റും സൂര്യ? ഇന്നലെ രാത്രിയും പകലും ഭാനു ജയേഷനൊപ്പമായിരുന്നല്ലോ. ഭാനുവിൽ എനിക്ക് ഒരുപാട് പ്രതീക്ഷ ഉണ്ടായിരുന്നു സൂര്യ, അത് തനിക്കറിയാവുന്നതല്ലേ എന്ന് ചോദിക്കുകയാണ്. അപ്പോൾ സൂര്യ പറയുന്നുണ്ട്, തന്റെ പ്രതീക്ഷകൾക്കൊന്നും ഒരു കോട്ടവും വരില്ല ഭാവന. ഇപ്പോൾ ഭരത്തിന്റെ കാര്യം തന്നെ എടുക്കുക, അവരിപ്പോൾ സബ് ഇൻസ്പെക്ടർ ആയില്ലേ. അതുപോലെ ഭാനു ഒരു ഡോക്ടറാവും, അതിലൊരു സംശയവും വേണ്ട. അപ്പോൾ ഭാവന പറയുന്നുണ്ട്, നമ്മുടെയൊക്കെ സ്വപ്നങ്ങൾ തകിടം മറിയാൻ ഒരു നിമിഷം മതി സൂര്യ. ഭാനുവിന്റെ ജീവിതത്തിൽ ഇനി എന്തൊക്കെ സംഭവിക്കും എന്നുള്ള ടെൻഷനിലാണ് ഞാനിപ്പോൾ. അപ്പോൾ സൂര്യ പറയുന്നുണ്ട്, അവൾക്കൊന്നും സംഭവിക്കില്ല. ദേശനെ നമ്മൾ തള്ളി പറയണ്ട, അവൻക്ക് അവളെ ഇഷ്ടമാണെന്നല്ലേ പറഞ്ഞത്. നമുക്കിനി ആ വഴിയൊന്ന് നോക്കാമല്ലോ. അപ്പോൾ ഭാവന പറയുന്നുണ്ട്, അവനിനി രക്ഷപ്പെടാൻ വേണ്ടി പറഞ്ഞതാണെങ്കിലോ സൂര്യ. ഇന്നത്തെ കാലത്ത് രക്ഷപ്പെടാൻ വേണ്ടിയിട്ട് എന്തും പറയാൻ മടിക്കാത്ത കൂട്ടമാണ്. അപ്പോൾ സൂര്യ പറയുന്നുണ്ട്, അങ്ങനെ ആ ഒരു കൂട്ടത്തിൽ ജ്യേഷ്ഠനെ ഉൾപ്പെടുത്തേണ്ട ഭാവന. ഞാൻ അവനൊരു അടി കൊടുത്തപ്പോൾ അവനൊരു പക്ഷെ എന്നെ തിരിച്ചടിക്കാമായിരുന്നു. ഇന്നത്തെ തലമുറ അങ്ങനെയാണല്ലോ, സ്വന്തം മാതാപിതാക്കളുടെ നേരെയല്ലേ കത്തിയെടുക്കുന്നത്. അപ്പോൾ ഭാവന പറയുന്നത്, എനിക്കറിയില്ല സൂര്യ എന്താ വേണ്ടതെന്ന്. അവൾക്ക് ഫുഡ് പോയ്സൺ ആണെന്ന് പറഞ്ഞത് അമ്മോട്ടും വിശ്വസിച്ചിട്ടില്ല. ഭാമക്ക് സംഭവിച്ചതുപോലെയുള്ള വല്ലതും അവൾക്ക് സംഭവിച്ചാൽ പിന്നെ അമ്മ ഒരു നിമിഷം പോലും ജീവിച്ചിരിക്കില്ല. സൂര്യ, ആ റിസോർട്ടിലെ CCTV ഫുട്ടേജ് നമുക്ക് എത്രയും പെട്ടെന്ന് എടുക്കാം. അപ്പോൾ സൂര്യ പറയുന്നത്, നാളെ തന്നെ അവർ തരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. ഈശ്വര എന്നെ കാത്തോണേ എന്ന് പറഞ്ഞ് ഭാവന ആകെ ടെൻഷനാവുക. അപ്പോൾ സൂര്യ പറയുന്നത്, തന്റെ ഈ ഭാവമാറ്റം കാണുമ്പോൾ തന്നെ എല്ലാവർക്കും സംശയം തോന്നും. താനൊന്ന് കണ്ടു നോക്കിക്ക് പ്രവർത്തിക്കുക. പിന്നെ താൻ ആ ജ്യേഷ്ഠന്റെ നമ്പർ വാങ്ങിയിട്ടുണ്ടല്ലോ അല്ലേ? നമുക്ക് ആദ്യം അവരെ ചുറ്റുപാടൊന്ന് അന്വേഷിക്കാം. അവനെന്തായാലും ഒരു മെഡിക്കൽ സ്റ്റുഡന്റ് അല്ലേ? അപ്പോൾ ഒരുവിധം മോശമില്ലാത്ത ഫാമിലിയിൽ നിന്നാണ് നമുക്ക് ഉറപ്പിക്കാം. എന്തായാലും താൻ ഇനി ഭാനുവിനോട് കൂടുതലൊന്നും സംസാരിക്കും, അവൾക്ക് കൂടുതൽ വിഷമം ഉണ്ടാക്കുമെന്ന് പറയാം. അപ്പോൾ ഭാവന പറയുന്നത്, അങ്ങനെ എങ്കിൽ വിട്ടുകൊടുക്കാൻ പറ്റില്ല സൂര്യ. തുടക്കത്തിലെ ഇനി അവളെ ശ്രദ്ധിച്ചില്ലെങ്കിൽ അവൾ ഭാമയെ പോലെ ആയി പോകും. ഭാമ ഇന്ന് ഏത് പൊസിഷനിൽ ഇരിക്കേണ്ട ആളായിരുന്നു അറിയാമോ? അങ്ങനെ അനുഭവം ഭാനുവിന് ഉണ്ടായിരിക്കരുത് എന്നാണ് എന്റെ പേടി. പിന്നീട് കാണിക്കുന്നത് ഭാനുവിനെ കേട്ടോ. അവൾ കിടന്നിട്ടുണ്ടെങ്കിലും അവൾക്ക് ഉറക്കം വരുന്നില്ലായിരുന്നു. ഇനി ഭാവനച്ചി സൂര്യേട്ടൻ എന്നെ കുറിച്ച് എന്തൊക്കെ കരുതിയിട്ടുണ്ടാവും. എനിക്കൊരിക്കലും ഒറ്റക്ക് പുറപ്പെടില്ലായിരുന്നു. അതുകൊണ്ടല്ലേ എനിക്ക് ഇങ്ങനെ പ്രശ്നമുണ്ടായത് എന്നൊക്കെ ആലോചിച്ചിട്ട് അവൾ ബെഡിൽ നിന്നും ഇറങ്ങി റൂമിലാകെ നടക്കുക കേട്ടോ. ആ സമയത്താണ് ജയേഷ് അവളുടെ ഫോണിലേക്ക് വിളിക്കുന്നത്. ആദ്യം അവൾ അറ്റൻഡ് ചെയ്യണമെന്ന് ആലോചിക്കാം, പിന്നീട് അവൾ ഫോൺ അറ്റൻഡ് ചെയ്യാൻ കേട്ടോ. ആ ഭാനു, നിനക്ക് വേറെ പ്രശ്നങ്ങളൊന്നും ഇല്ലല്ലോ എന്ന് ചോദിക്കാൻ ചെയ്യേ. എന്താ ജയേഷ് ഇതൊക്കെ? ഞാൻ ഹോസ്പിറ്റലിൽ വെച്ച് എനിക്ക് സംസാരിക്കാൻ പറ്റാത്തത് കൊണ്ടാണ് ഞാൻ സംസാരിക്കാതിരുന്നത്. എന്തിനാണ് ഭാവേനച്ചിയെ വിളിച്ചു വരുത്തിയത് എന്നൊക്കെ ചോദിക്കുകയാണ്. അപ്പോൾ ജയേഷ് പറയുന്നുണ്ട്, ഭാനു സോറി, അത് നിന്റെ അപ്പോഴത്തെ ഒരു അവസ്ഥ കണ്ട് ഞാൻ പേടിച്ച് വിളിച്ചതാണ്. എത്ര വിളിച്ചിട്ട് നിനക്ക് ബോധം തെളിയുന്നില്ലായിരുന്നു, അതുകൊണ്ടാണ് ഞാൻ നിന്നെ ഹോം സ്റ്റേയിൽ കൊണ്ടുപോയത്. അപ്പോൾ ഭാനു, എനിക്കെന്താ ജയേഷെ പറ്റിയത്? എനിക്ക് ആ ജ്യൂസ് കുടിച്ചത് മാത്രമേ ഓർമ്മയുള്ളൂ. എനിക്ക് മാത്രമേ ആ കൂട്ടത്തിൽ ഇങ്ങനെ പ്രോബ്ലം ഉണ്ടായിട്ടുള്ളൂ. എന്താണ് ഇങ്ങനെ എന്നൊക്കെ പറഞ്ഞ് അവൾക്ക് അറിയാൻ കേട്ടോ. എന്തായാലും തനിക്ക് പോലും പ്രശ്നവുമില്ലല്ലോ, ക്യാമ്പിന് ഇനിയും പങ്കെടുക്കാമല്ലോ, താൻ ടെൻഷനാവാതിരിക്കും, ഞാൻ തന്നോടൊപ്പം ഉണ്ടല്ലോ എന്നൊക്കെ പറഞ്ഞ് ആശ്വസിപ്പിക്കേണ്ട ജയേഷ്. പിന്നീട് കാണിക്കുന്നത് മാനസയാണ്. അവൾ റൂമിലിരുന്ന് ഭക്ഷണം കഴിക്കാൻ കേട്ടോ. അപ്പോൾ സുനിൽ വന്ന് പറയുന്നുണ്ട്, ആഹാ നീ ഇവിടെ ഇരുന്ന് ഭക്ഷണം കഴിക്കാണോ? ഇപ്പോൾ ഈ വീട്ടിൽ ആരുമില്ലല്ലോ മാനസ, തനിക്കൊന്ന് എന്നോട് സംസാരിച്ചൂടെ? എനിക്ക് തന്നോടൊന്നും സംസാരിക്കാനല്ല എന്ന് പറഞ്ഞ് മാനസ അവിടെ നിന്ന് എഴുന്നേൽക്കുകയാണ്. താനെന്താ അവരുടെ കൂടെ പാർട്ടിക്ക് പോവാതിരുന്നത് എന്ന് സുനിൽ ചോദിക്കുകയാണ്. ഈ വീട് ഒരു കള്ളന്റെ കയ്യിൽ ഏൽപ്പിച്ചിട്ട് അവർക്ക് പോകാൻ പറ്റില്ലല്ലോ, അതുകൊണ്ടാണ് ഞാൻ ഇവിടെ നിന്നത് എന്ന് പറയാൻ കേട്ടോ മാനസ. അപ്പോൾ സുനിൽ ചോദിക്കുന്നുണ്ട്, എനിക്കറിയാം ഞാൻ അന്ന് റൂമിൽ കയറിയതിന്റെ ദേഷ്യത്തിലാണ് തനിക്കിപ്പോഴും. അത് പിന്നെ താൻ എന്നെ പിടിച്ച് പുറത്താക്കിയത് കൊണ്ടല്ലേ എന്ന് സുനിൽ ചോദിക്കുക. അതിന്റെ സത്യാവസ്ഥ ഞാൻ തന്നെ കൊണ്ട് തന്നെ പറയിപ്പിക്കും, നോക്കിക്കോ എന്ന് പറയാട്ടോ മാനസ. അപ്പോൾ സുനിൽ പറയുന്നുണ്ട്, താൻ പറയില്ല മോളെ, എനിക്കാകെയുള്ള ഒരു ഗ്രിപ്പ് അതാണല്ലോ എന്ന് പറയാണ്. അപ്പോൾ ചതിയിലൂടെ അല്ല അങ്ങനെ ഗ്രിപ്പ് ഉണ്ടാക്കിയെടുക്കരുത് എന്ന് മാനസയും ചോദിക്കാൻ കേട്ടോ. അപ്പോൾ സുനിൽ ചോദിക്കുന്നു, ഞാൻ നിന്നെ ചതിച്ചതല്ലോ, നിന്നോടൊപ്പം ജീവിക്കാൻ വേണ്ടിയല്ലേ. ദേ താനിങ്ങനെ എന്നെ വെറുത്ത് വെറുത്ത് അവസാനം സ്നേഹിക്കുന്ന ഒരു നിമിഷം വരും. അവസാനം മാനസ അവിടെ നിന്ന് എഴുന്നേറ്റ് പോകാൻ നിൽക്കുകയാണ്. അപ്പോൾ സുനിൽ അവരുടെ കയ്യിൽ കയറി പിടിക്കുകയാണ്. താൻ ഇവിടെ ഇരിക്കും, നമുക്ക് സംസാരിക്കാം. എന്റെ കൈവിട് സുനിലെ എന്ന് പറയാട്ടോ മാനസ. എന്റെ ശരീരത്തിൽ തൊട്ട് കളിക്കരുത് എന്ന് പറയുമ്പോൾ സുനിൽ പറയുന്നുണ്ട്, അതിൽ ഞാൻ എനിക്ക് അന്യനൊന്നുമല്ലല്ലോ, അതൊക്കെ പണ്ട് എന്ന് പറഞ്ഞിട്ട് പോവാട്ടോ മാനസ. അപ്പോൾ സുനിൽ മനസ്സിൽ വിചാരിക്കുന്നുണ്ട്, ഓഹോ അങ്ങനെയാണോ, എങ്കിൽ നിന്റെ അനുവാദമില്ലാതെ തന്റെ ശരീരത്തിൽ തൊടാൻ പറ്റുമോ എന്ന് ഞാനും നോക്കട്ടെ എന്ന് തീരുമാനിച്ച് നിൽക്കുകയാണ് കേട്ടോ. പിന്നീട് വീണ്ടും കാണിക്കുന്നത് ഭാനുവിനെ തന്നെയാണ്. അവൾ പഴയ കാര്യങ്ങൾ ആലോചിച്ചിട്ട് വീണ്ടും സങ്കടപ്പെട്ട് കിടക്കാൻ. അപ്പോഴാണ് ഗായത്രി അവിടേക്ക് കുറച്ച് കഞ്ഞിയുമായിട്ട് വരുന്നത്. ഭാനുവിന്റെ കയ്യിൽ കഞ്ഞി കൊടുത്ത് കുടിക്കാൻ പറയുന്നുണ്ടെങ്കിൽ അവിടെ വെച്ചേക്ക് അമ്മേ എന്ന് പറയാൻ കേട്ടോ ഭാനു. അപ്പോൾ ഗായത്രി പറയുന്നുണ്ട്, അങ്ങനെ പറ്റില്ല, ഞാൻ തന്നെ നിനക്ക് കോരിത്തരാം എന്ന് പറഞ്ഞ്
ഓരോ സ്പൂണുകൾ വീതം അവളുടെ വായിലേക്ക് വെച്ച് കൊടുക്കുകയാണ്. പുറത്തു നിന്ന് ഒന്നും വാങ്ങിച്ച് കഴിക്കരുത് എന്ന് പറഞ്ഞാൽ നീ കേൾക്കില്ലല്ലോ. ഇങ്ങനെ ഗായത്രി ചോദിക്കുമ്പോൾ ഭാനു പറയുന്നത് ഇങ്ങനെ സംഭവിക്കുമെന്ന് ഞാൻ അറിഞ്ഞില്ലല്ലോ അമ്മേ. പെൺകുട്ടികളാകുമ്പോൾ എല്ലാ കാര്യത്തിനും കൂടുതൽ ശ്രദ്ധ വേണമെന്ന് മുതിർന്നവർ പറയുന്നത് എന്തിനാണെന്ന് ഇപ്പോൾ മനസ്സിലായല്ലോ. ഒന്നാമതെ കൂനിരുമേ കൂന എന്ന് പറഞ്ഞ രീതി നമ്മൾ ഓരോ പ്രശ്നങ്ങൾ നേരിട്ടുകൊണ്ട് അനുഭവിച്ചിരിക്കുകയാണ്. കാലം വളരെ മോശമാണ്. അങ്ങനെയുള്ള വാർത്തകളാണ് നമ്മൾ ഓരോ ദിവസവും കേൾക്കുന്നത്. ഇന്ന് ഏറ്റവും കൂടുതൽ പ്രശ്നങ്ങൾ നേരിടുന്നത് പെൺകുട്ടികളാണ്. അവർക്ക് ഒരു രീതിയിലുള്ള പ്രൊട്ടക്ഷനും ഇപ്പോൾ കിട്ടുന്നില്ല. അതുകൊണ്ടാണ് എവിടെ പോയാലും ഒരു ശ്രദ്ധ വേണമെന്ന് അമ്മ പറയുന്നത് എന്നൊക്കെ ഗായത്രി പറയാണ്. ഇനി ഞാൻ ശ്രദ്ധിച്ചോളാം അമ്മേ എന്ന് പറയാട്ടോ ഭാനു. നിന്റെ ഭാവനച്ചും സൂര്യേട്ടനും പോയിട്ടില്ല. മക്കൾക്ക് സുഖമില്ലാത്തത് കൊണ്ടാണ് അവർ പോകാത്തത്. നീ എന്ന് പറഞ്ഞാൽ അവർക്ക് അങ്ങനെയാണല്ലോ. ഇതൊക്കെ കേൾക്കുമ്പോൾ ഭാനു തിരിഞ്ഞ് മുഖം താഴ്ത്തി നിൽക്കാട്ടോ. അപ്പോൾ ഗായത്രി അവരുടെ മുഖം തിരിച്ചിട്ട് പറയുന്നുണ്ട്, മക്കളെ, ആദ്യത്തെ ക്യാമ്പിലെ നഷ്ടപ്പെട്ടത് അതുകൊണ്ട് കുഴപ്പമെന്തെങ്കിലും ഉണ്ടാകുമോ എന്ന് ചോദിക്കുകയാണ്. ഭാനു പറയുന്നുണ്ട്, ഇല്ല അമ്മേ, ഞാൻ മേഡത്തോട് കാര്യം പറഞ്ഞിട്ടുണ്ട് എന്ന് പറയാണ്. അപ്പോൾ ഗായത്രി ചിരിച്ചുകൊണ്ട്, ആ സാരില്ല, പോട്ടെന്നേ, അത് ഇനി വിഷമിച്ചിട്ട് കാര്യമൊന്നുമില്ല. എപ്പോഴും നീ ഒരു കാര്യം ഓർത്തോണം, ലക്ഷങ്ങൾ ചെലവാക്കി നിന്നെ പഠിപ്പിക്കുന്നത് സൂര്യമോനാണ്. അവരുടെ പ്രതീക്ഷകൾക്കൊത്ത് നീ വരണം, എങ്കിലേ ഈ അമ്മക്ക് സന്തോഷമാവുകയുള്ളൂ. ഞാൻ ഇനി ശ്രദ്ധിച്ചോളാം അമ്മേ എന്ന് ഭാനു പറയാണ്. അപ്പോൾ ഗായത്രി ചിരിക്കാൻ വീണ്ടും കഞ്ഞി കോരി കൊടുക്കുകയാണ്. വേണ്ടമ്മേ, മതി എന്ന് പറഞ്ഞ് ഭാനു നിർത്തുകയാണ്. വേണ്ട എന്നൊന്ന് പറഞ്ഞാൽ പറ്റത്തില്ല, ക്ഷീണമൊക്കെ മാറണമെങ്കിൽ കഞ്ഞിവെള്ളം കുടിക്കണം എന്ന് പറഞ്ഞ് അവൾ നിർബന്ധിച്ച് കുടിപ്പിക്കാണ്ടോ ഭാനുവിനെ. പിന്നീട് കാണിക്കുന്നത് രാത്രിയിലെ ഭാവനയും സൂര്യയും പുറത്തിറങ്ങി നിൽക്കുകയാണ്. സൂര്യ ചോദിക്കുന്നുണ്ട്, ഭാവന നീ ഭാനുവിനോട് സംസാരിച്ചോ? പിന്നെ ഇല്ല സൂര്യ, ഞാൻ സംസാരിക്കാൻ വേണ്ടി റൂമിലേക്ക് പോയത്. അപ്പോൾ അമ്മ ഭാനുവിനോട് സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ഞാൻ ഇങ്ങോട്ടേക്ക് വന്നതാണ് എന്ന് പറയാണ്. അപ്പോൾ സൂര്യ ചോദിക്കുന്നുണ്ട്, ഇനി ആന്റിയോട് ഭാനു വല്ലതും പറയുമോ? ആന്റി അങ്ങനെ നിസ്സാരമായിട്ട് കാണണ്ട, എന്തെങ്കിലും സംശയം തോന്നിയാൽ പിന്നെ മുഴുവൻ ചോദിച്ചെടുക്കും. അപ്പോൾ ഭാവന പറയുന്നത്, അമ്മക്ക് സംശയം കാണാതിരിക്കില്ല. ഒന്നാമത് നമ്മൾ ഭാനുവിനെ ഇങ്ങോട്ട് കൊണ്ടുവന്നത്, രണ്ട് സൂര്യയുടെ അത്രയും പ്രശ്നങ്ങളുണ്ടായിട്ട് നമ്മൾ ഇവിടെ നിൽക്കുന്നത്. എന്തായാലും കാര്യങ്ങൾക്ക് തീരുമാനം ഉണ്ടാക്കിയേ പറ്റും. അവൾക്ക് ഇനി ക്ലാസ്സിൽ പോകാനുള്ളതല്ലേ. അതിനു മുൻപ് എനിക്ക് അവളോട് കാര്യങ്ങളൊക്കെ ഒന്ന് ചോദിച്ചറിയണം. അത് ഞാൻ ഇന്നും അവളുടെ കൂടെയാണ് കിടക്കുന്നത്. ഇതായിരിക്കും ഏറ്റവും പറ്റിയ അവസരം എന്ന് ഭാവന പറയാണ്. അങ്ങനെ സൂര്യൻ സപ്പോർട്ട് ചെയ്യുന്നത് അത് തന്നെ ശരി. നീ എന്തായാലും അവളുടെ കൂടെ കിടന്ന് കാര്യങ്ങളൊക്കെ ചോദിച്ചറിയ എന്ന് പറയാണ്. അങ്ങനെ ഗുഡ് നൈറ്റ് പറഞ്ഞിട്ട് സൂര്യയോട് കിടക്കാൻ പറഞ്ഞിട്ട് ഭാവന അവിടെ നിന്ന് പോവാൻ കേട്ടോ. എന്നിട്ട് അവൾ നേരെ ഭാനുവിന്റെ റൂമിലേക്ക് പോവാണ്. ആ സമയത്താണ് കേട്ടോ ഗായത്രി ഭാനുവിന് ഭക്ഷണമൊക്കെ കൊടുത്ത് ഡൈനിങ് ഹാൾ ടേബിളിൽ നിന്നുള്ള പാത്രങ്ങളൊക്കെ എടുത്തു വെക്കുന്നത്. നീ ഉറങ്ങിയില്ലേ ഇനിയും എന്ന് ചോദിക്കുന്നുണ്ട് കേട്ടോ ഭാവനയോട് ഗായത്രി. ഞാൻ ഇന്ന് ഭാനുവിന്റെ കൂടെ കിടന്നോളാം എന്ന് പറയാൻ. അതെന്തിന്, സൂര്യമോനുള്ളതല്ലേ, നീ പോ, ഞാൻ അവളുടെ കൂടെ കിടന്നോളാം എന്ന് പറയട്ടെ ഗായത്രി. അതൊന്നും പ്രശ്നമില്ല അമ്മേ, ക്യാമ്പിൽ പോകാൻ പറ്റാത്തതിൽ ഭാനുവിന് നല്ല വിഷമമുണ്ട്. അതൊക്കെ അവൾക്കല്ല ആർക്കായാലും ഉണ്ടാകും. എനിക്കും കുറെ അറ്റൻഡ് ചെയ്ത് പരിചയമുണ്ടല്ലോ അമ്മേ, അതൊക്കെ ഞാൻ അവൾക്ക് പറഞ്ഞു കൊടുക്കാം. പിന്നെ സൂര്യ തന്നെയാണ് എന്നോട് ഭാനുവിന്റെ കൂടെ പോയി കിടക്കാൻ പറഞ്ഞു. മാത്രമല്ല ഇനി അധിക ദിവസം അവൾക്ക് ലീവ് എടുക്കാൻ പറ്റില്ലല്ലോ. എന്തായാലും അമ്മ പോയി കിടക്ക്, ഭാനുവിന്റെ അടുത്ത് ഞാൻ പോയി കിടന്നോളാം. എന്തായാലും അവളെ ഇങ്ങനെ സൗകര്യം പോലെ കിട്ടാൻ പാടാണ്. അതുമാത്രമല്ല അവളുടെ പഠിത്തത്തിന്റെ പ്രോഗ്രസ് ഒക്കെയാണെന്ന് അറിയാമല്ലോ. അപ്പോൾ ഗായത്രി പറയുന്നത് അതൊക്കെ ഒരു നല്ല കാര്യം തന്നെയാണ്. ഇടയ്ക്കിടയ്ക്ക് നീ പോയി അന്വേഷിച്ചാൽ അവർക്കൊരു ചൂടുണ്ടാകും. ഇങ്ങനെ പറഞ്ഞ് ടേബിളിൽ നിന്നുള്ള പാത്രങ്ങളെല്ലാം പൊക്കിയെടുത്ത് അടുക്കളയിലേക്ക് പോകാൻ. ഭാവനയാകട്ടെ ഭാനുവിന്റെ റൂമിലേക്കും കയറുകയാണ്. ഭാനു അപ്പോഴും അമ്മ പറഞ്ഞ കാര്യങ്ങളൊക്കെ വെച്ച് വിഷമിച്ച് നിൽക്കാൻ. ഭാവന പറയുന്നുണ്ട്, ഭാനു നീ ഇപ്പോഴും കഴിഞ്ഞ കാര്യങ്ങൾ ആലോചിച്ച് തന്നെ നിൽക്കുകയാണോ? ഇങ്ങനെ നീ അമ്മയുടെ മുന്നിൽ ഈ വിഷമം കാണിക്കരുത്. അത് നമുക്ക് കൂടുതൽ സംശയം ഉണ്ടാകും. നിനക്ക് അറിയാമല്ലോ അമ്മയുടെ സ്വഭാവം. അമ്മക്ക് എന്തെങ്കിലും സംശയം തോന്നിയാൽ പിന്നെ അതെന്താണെന്ന് അറിയാതെ അമ്മ വെറുതെ നിൽക്കില്ല. അതുകൊണ്ട് അമ്മയുടെ മനസ്സ് വെറുതെ തകർക്കേണ്ട. അമ്മയുടെ പ്രതീക്ഷക്കൊത്ത് തന്നെ അങ്ങ് പോവട്ടെ. നീ ഇങ്ങനെ ഇവിടെ വിഷമിച്ചിരുന്നാൽ മതിയാവില്ലല്ലോ. നിനക്ക് വീണ്ടും കോളേജിലേക്ക് പോകണ്ടേ? ഭാനു പറയുന്നുണ്ട്, അതേ ചേച്ചി, പക്ഷെ ഇപ്പോഴത്തെ ഒരു അവസ്ഥയിൽ എനിക്ക് അവിടെ പോയിരുന്നാലും എന്റെ മൈൻഡ് ഒന്നും റെഡിയാവില്ല. പഠിക്കാനും എഴുതാനും ഒന്നിനും എനിക്ക് കഴിയാത്തൊരവസ്ഥയാകും. എന്നാലും ചേച്ചി എനിക്ക് എന്തായിരിക്കും സംഭവിച്ചിട്ടുണ്ടാവുക എന്നൊക്കെ പറഞ്ഞ് കരയാൻ കേട്ടോ. ഭാവന പറയുന്നുണ്ട്, ഭാനു നിനക്കൊന്നും സംഭവിച്ചിട്ടില്ല. പക്ഷെ ആ ജയേഷ്, അവനെ കുറിച്ച് എനിക്കറിയണം. അവന്റെ വീട് എവിടെയാണെന്ന് നിനക്കറിയാൻ പറ്റുമോ? നീ പറഞ്ഞു വെച്ച് നോക്കുമ്പോൾ അവന്റെ ക്യാരക്ടർ വലിയ കുഴപ്പമില്ല. പക്ഷേ ഈ ഒരു ഇൻസിഡന്റ് കാരണം നിനക്ക് വലിയ പ്രശ്നം ഉണ്ടാകുമോ ഭാനു എന്നുള്ള കാര്യത്തിലാണ് എനിക്ക് സംശയം. നീ ഈ ഒരു ചേച്ചിയോട് സത്യം പറ, നിനക്ക് ജയേഷിനോടുള്ള ആറ്റിറ്റ്യൂഡ് എങ്ങനെയാണ് എന്ന് ചോദിക്കാൻ കേട്ടോ. അപ്പോൾ ഭാനു ഒന്ന് പതറിയിട്ട് മുഖത്തിരിക്കുന്നുണ്ട്. പറ ഭാനു, എന്തായാലും സത്യം എന്നോട് തുറന്ന് പറ എന്ന് പറയാൻ. അങ്ങനെ ഭാനു പറയുന്നുണ്ട്, ചേച്ചി ജയേഷ് നല്ലൊരാളാണ്. അവന് എന്നെ ഇഷ്ടവും വിശ്വാസവും എല്ലാമാണ്. എന്നെ അവൻ പ്രപ്പോസ് ചെയ്തിട്ടുമുണ്ടായിരുന്നു. പക്ഷെ അന്നും ഇന്നും ഞാൻ ഒരേ ഒരു ആഗ്രഹമേ പറഞ്ഞിട്ടുള്ളൂ, എന്റെ ചേച്ചിയെ ആഗ്രഹം നിറവേറ്റി കൊടുക്കണം. എന്റെ ചേച്ചിക്ക് നടക്കാതായ പോയ സ്വപ്നം എന്നിലൂടെ നടത്തി കൊടുക്കണം. അത് കഴിഞ്ഞിട്ട് ഞാൻ എന്തും ചിന്തിക്കൂ എന്നാണ് ജയേഷിനോട് പറഞ്ഞത്. അല്ലാതെ ചേച്ചി വിചാരിക്കുന്ന പോലെ എനിക്ക് അവനോട് പ്രണയമൊന്നുമില്ല ചേച്ചി. ജയേഷ് എന്റെ നല്ലൊരു ഫ്രണ്ട് മാത്രം. ഇപ്പോൾ എനിക്ക് അത്രയേ ഉള്ളൂ ചേച്ചി എന്ന് പറയാൻ കേട്ടോ. അപ്പോൾ ഭാവന പറയുന്നുണ്ട്, നീ പറഞ്ഞു വെച്ച് നോക്കുമ്പോൾ ഓക്കെ. ഇനി മോൾ കോളേജിലേക്ക് പോകുമ്പോൾ സൂക്ഷിച്ചും കണ്ടും വേണം കാര്യങ്ങളൊക്കെ മുന്നോട്ട് വെക്കാൻ. ഒരു ചതി നമുക്ക് എവിടെയും പറ്റാം മോളെ. അത് സാഹചര്യത്തിനനുസരിച്ച് പതുങ്ങി നിൽക്കുകയാണ് ചെയ്യുന്നത്. അതുകൊണ്ട് നീ സൂക്ഷിക്കണം ഭാനു എന്നൊക്കെ പറയാണ്. എനിക്കറിയാം ചേച്ചി, ചേച്ചിയുടെ മനസ്സിലുള്ള ആശങ്കയും എനിക്കറിയാം. ഉറപ്പായിട്ടും ചേച്ചിയുടെ ആഗ്രഹം ഞാൻ നിറവേറ്റും. ഇതെന്റെ വാക്കാണ് ചേച്ചി എന്നൊക്കെ പറഞ്ഞ് ഭാവനയുടെ തോളിലേക്ക് വീണ് കരയാണ് കേട്ടോ. ഭാവന പറഞ്ഞത്, എനിക്കറിയാം മോളെ നിന്നെ, പക്ഷേ എങ്കിലും ചേച്ചി ഒന്ന് ഉപദേശിക്കാൻ. ഇങ്ങനെ ഓരോ കാര്യങ്ങളും എനിക്ക് പേടിയാണ് മോൾ. നമ്മുടെ ഭാമയുടെ അവസ്ഥ നിനക്കറിയാമല്ലോ. അവൾ ഏത് പൊസിഷനിൽ ഇരിക്കേണ്ട ഒരാളായിരുന്നു. ഇപ്പോഴത്തെ അവളുടെ ജീവിതാവസ്ഥ എന്താണ് എന്നൊക്കെ പറയാണ്. എങ്കിലും അവയെപ്പോലെ അവളെ മനസ്സിലാക്കുന്ന ഒരാളെ കിട്ടിയത് അവളുടെ ഭാഗ്യം തന്നെയാണ്.
നീ ഇനി അധികം ആലോചിച്ച് മനസ്സ് വിഷമിപ്പിക്കണ്ട. ഈ ചേച്ചി നിന്റെ കൂടെയുണ്ട്. നീ അമ്മയെ അറിയാതെ നല്ല രീതിയിൽ മുന്നോട്ട് പോയാൽ മതി. നിനക്ക് എന്ത് ബുദ്ധിമുട്ടുണ്ടെങ്കിലും ഈ ചേച്ചിയെ അറിയിക്കണം എന്ന് പറയാൻ. എന്നിട്ട് ഭാനുവിനോട് ഉറങ്ങാൻ പറയാൻ ട്ടോ ഭാവന. പിന്നീട് കാണിക്കുന്നത് അടുത്ത ദിവസം രാവിലെയാണ്. ഭാവനയാട്ടെ എഴുന്നേറ്റ് വന്ന് ഒരേ ഇരിപ്പാണ് ട്ടോ. ഭാനുവിന്റെ കാര്യം ആലോചിച്ചിട്ട് അവൾക്ക് മനസ്സിന് യാതൊരു സമാധാനം കിട്ടുന്നില്ല. അങ്ങനെ സൂര്യ വന്നിട്ട് ചോദിക്കുന്നുണ്ട്, ആ ഭാവന നീ ഇവിടെയായിരുന്നോ? എന്തായി, നീ ഭാനുവിനോട് കാര്യങ്ങളൊക്കെ സംസാരിച്ചോ എന്ന് ചോദിക്കുകയാണ്. ഭാവന പറയുന്നുണ്ട്, ഞാൻ സംസാരിച്ചു സൂര്യ. പക്ഷെ അവൾ ഒന്നും അങ്ങ് വിട്ടു പറയുന്നില്ല. ജയേഷിനെ കുറിച്ചാണെങ്കിൽ അവൾക്ക് നേരത്തെ പറഞ്ഞത് മാത്രമേ പറയാനുള്ളൂ. അവളുടെ ഫ്രണ്ട് എന്ന നിലയിൽ മാത്രമാണ് അവനെ കാണുന്നത്. ഇപ്പോൾ ഒരൊറ്റ ലക്ഷ്യമേ അവളുടെ മനസ്സിലുള്ളൂ. എങ്ങനെയെങ്കിലും ചേച്ചിയുടെ ആഗ്രഹം നിറവേറ്റി കൊടുക്കണം. അതിനപ്പുറത്തേക്ക് ഒന്നുമില്ല. ചേച്ചി എന്നെ വിശ്വസിക്കുക എന്നൊക്കെയാണ് സൂര്യ എന്നോട് പറഞ്ഞത് എന്ന് പറയാൻ ട്ടോ ഭാവന. അപ്പോൾ സൂര്യ പറയുന്നത്, തൽക്കാലത്തേക്ക് നമുക്ക് അവളുടെ വാക്ക് വിശ്വസിക്കാം. ഇനി കൂടുതൽ പ്രശ്നങ്ങളൊന്നും ഉണ്ടാകില്ല എന്നും നമുക്ക് കരുതാം. അവൾ ഈ രീതിയിൽ തന്നെ മുന്നോട്ട് പോട്ടെ ഭാവന. അവൾ മിടുക്കിയാണ്, നന്നായിട്ട് പഠിക്കട്ടെ. എനിക്കുറപ്പുണ്ട് നിന്നെ മനസ്സിലാക്കാൻ അവൾക്ക് നന്നായിട്ട് അറിയാം. അതുകൊണ്ട് തന്നെ നിന്റെ ലക്ഷ്യങ്ങളും അവൾ നിറവേറ്റി തരും. അപ്പോൾ അവനെയും പറയുന്നുണ്ട്, ഞാനും ആ പ്രതീക്ഷയിൽ തന്നെയാണ് സൂര്യ. എങ്കിലും അവളുടെ ചേച്ചി എന്ന നിലയ്ക്ക് എനിക്കെന്തോ അവളുടെ ഭാവി ആലോചിച്ചിട്ട് നല്ല ആശങ്കയുണ്ട് എന്നൊക്കെ പറയാൻ ട്ടോ.